KR Opticals 1008 ജംഗ്ഷൻ അരൂക്കുറ്റി വടുതല. ബ്രാഞ്ചസ് സ്പെക്സ് വേൾഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ കരിവേലിപ്പടി. KR Opticals നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി. KR Opticals കമ്പർഷൻ മുക്ക് കുമ്പളങ്ങി. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന വ്യാപാരി സംരക്ഷണ ജാഥയ്ക്ക് തോപ്പുംപടിയിൽ സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന വ്യാപാരി സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് തോപ്പുംപടിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. സമിതി കൊച്ചി ഏരിയ പ്രസിഡന്റ് ഷാജി മമ്മാസ് അധ്യക്ഷത വഹിച്ചു. സ്വീകരണ സമ്മേളനം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. വ്യാപാര മേഖലയിൽ വ്യാപാരവൃത്തം ചെയ്യുന്ന വ്യാപാരികളും ചെറുകിട വ്യാപാരികളും നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, ഏതാണ്ട് 12 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സംസ്ഥാന ജാഥ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ വ്യാപാര മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരുടെ നീറുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വച്ചിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. GSTയുടെ വിഷയം പറഞ്ഞതുപോലെ തന്നെ GST ജാഥ സ്ഥിരാംഗങ്ങൾ സമിതി ജില്ലാ സെക്രട്ടറി CK ജലീൽ, പ്രസിഡന്റ് റോബിൻ ജോൺ, TM അബ്ദുൽ വഹാദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PH ഹാരിസ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം KM റിയാദ്, PMSC ബാങ്ക് പ്രസിഡന്റ് KP ഷെൽവൻ, കൊച്ചി ഏരിയ സെക്രട്ടറി BJ മിൽട്ടൺ, പള്ളുരുത്തി ഏരിയ പ്രസിഡന്റ് OP സുരേഷ്, PH നസീർ എന്നിവർ സംസാരിച്ചു. പൊതുജനാധിപത്യ വേദികളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഈ ജാഥയെ സ്വീകരിക്കാൻ ഇത്രയും സമയം ഇവിടെ നിന്നതിന് പ്രത്യേകമായി ജാഥ അംഗങ്ങൾക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ഞങ്ങളുടേതുപോലുള്ളൊരു വ്യാപാര സംഘടന ജാഥയുടെ ആദ്യത്തെ അനുഭവമാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ജാഥ നടത്തിയിട്ടുണ്ട്. നമ്മുടെ അന്തരിച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ബിന്നി മട്ടി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാനും ബിന്നി മട്ടിയും നേതൃത്വം നൽകിയിട്ടുള്ള 2 ജാഥകൾ സംസ്ഥാനം നടന്നു. മറ്റ് വ്യാപാര സംഘടനകളുടെ എല്ലാം ജാഥകൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു അനുഭവം ഈ ജാഥ ജനുവരി മാസം 13-ാം തീയതി സപ്തഭാഷകളുടെ സങ്കര ഭൂമിയായിട്ടുള്ള കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VKC മുഹമ്മദ് കോയ XMLA ഉദ്ഘാടനം ചെയ്തപ്പോൾ മുതൽ ഇന്ന് ഈ തോപ്പുംപടിയിലെ സമാപന യോഗത്തിൽ എത്തിയപ്പം വരെ 44 ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.